ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആയുർവേദ ചികിത്സാ പാക്കേജ്, അതായത് ഇവരുടെ പുനരധിവാസത്തിന്, വയനാടിൻ്റെ ഈ അതിജീവനത്തിന് വേണ്ടി ആയുർവേദത്തിൻ്റെ സാധ്യതകൾ ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് തുടർച്ചയായ മെഡിക്കൽ ക്യാമ്പുകൾ. ഇതിനു വേണ്ടി നമ്മൾ കൂടുതലായി ഇവിടെ ഒരു മൊബൈൽ പഞ്ചകർമ്മ യൂണിറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരു വർഷക്കാലത്തേക്ക് സൃഷ്ടിക്കാനും ഇവിടെ തുടർച്ചയായി കേരളത്തിലെ വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലുള്ള വിദഗ്ധരെ, കേരളത്തിലെ മുഴുവൻ ആയുർവേദ ആശുപത്രികളെയും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് AHMA. അപ്പോൾ ആ രീതിയിൽ ഇവിടെ മുഴുവൻ സംവിധാനങ്ങളും ഇവിടത്തേക്ക് കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് തുടർച്ചയായ ഒരു സാന്ത്വന പരിചരണ പരിപാടികൾ ആയുർവേദത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഈ മൊബൈൽ പഞ്ചകർമ്മ ക്ലിനിക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. മാത്രമല്ല, ഈ ക്യാമ്പുകളിൽ ആർക്കെങ്കിലും കിടത്തി ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിലെ മികച്ച ആശുപത്രികളിൽ 200ഓളം പേരെ കിടത്തി ചികിത്സിക്കാനുള്ള 1 കോടിയുടെ ഒരു ഹെൽത്ത് പാക്കേജ്, ആയുർവേദ ഹെൽത്ത് പാക്കേജ് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ISM ഡിപ്പാർട്ട്മെൻറ്റ് വയനാട് DMO ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കളക്ടറുമായിട്ട് ഇപ്പോൾ നേരത്തെ രാവിലെ K. ശശീന്ദ്രൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു തുടർ പ്രവർത്തനം ഇവിടെ ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരുന്ന ടൗൺഷിപ്പുമായിട്ടൊക്കെ വരുമ്പോൾ ആയുർവേദത്തിൻ്റെ ഇത്തരം, കാരണം പ്രത്യേകിച്ച് ഒടിവ്, ചതവ്, ഉളുക്ക് ഇതുപോലുള്ള ഇതും മാനസികമായ ട്രോമകളും ഇതിന് ഒരു പക്ഷേ പെട്ടെന്നായിരിക്കില്ല ആവശ്യം വരിക. തുടർന്നുള്ള മാസങ്ങളിൽ ഇവർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് തീർച്ചയായും ആയുർവേദത്തിൻ്റെ ഒരു കൈത്താങ്ങ് വയനാടിന് ഉണ്ടാവും. ആയുർവേദ മേഖലയുടെ ഈ ടൗൺഷിപ്പിൻ്റെ ഇതിലും ഞങ്ങൾ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷനിലുള്ള ഞങ്ങളുടെ വൈദ്യസഹായങ്ങൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്യാൻ സംഘടന സന്നദ്ധമാണ്. ഈ ക്യാമ്പുകളിൽ നമുക്ക് ക്ലിനിക്കുകൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു മൊബൈൽ പഞ്ചകർമ്മ യൂണിറ്റോട് കൂടിയിട്ടുള്ള ഒരു മൊബൈൽ ക്ലിനിക്ക് ഉണ്ട്. ഒരാഴ്ച കൊണ്ട് തന്നെ അതിവിടെ എത്തിക്കാനുള്ള സംവിധാനം, അതാവുമ്പോൾ എവിടെയെങ്കിലും മാറ്റി ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് സാധിക്കും. മാത്രമല്ല, ഒരു പാത്തി അടക്കമുള്ള സംവിധാനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. എന്തെങ്കിലും ഈ മാനസിക ബുദ്ധിമുട്ടായാലും ബാൻഡേജ് ഇതുപോലുള്ള സൗകര്യങ്ങൾ ഉള്ളിൽ തന്നെ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അത് നമ്മൾ ISM ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ടും ഇവിടെയുള്ള പ്രാദേശിക ആയുർവേദ ഡോക്ടർമാരുമായിട്ട് സഹകരിച്ചുകൊണ്ടും ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇവിടെ പ്രത്യേകമായിട്ട് കുട്ടികൾക്ക് വേണ്ടുന്ന ചില പ്രത്യേക കെയറുകൾ വേണ്ടിവരും. അതുപോലെ സ്ത്രീകളുടെ ആരോഗ്യം, പലതും നഷ്ടപ്പെട്ട കാഴ്ചകൾ നമുക്കിവിടെ ഇതാക്കുന്നുണ്ട്. അതുപോലെ സീനിയർ സിറ്റിസൻ്റെ പുനരധിവാസം, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ദീർഘകാലമായിട്ട് അനുഭവിക്കുന്ന പല ക്രോണിക് ഡിസീസ് ഉള്ളവരും ഉണ്ടാവാം. അവർക്കൊക്കെ ഉണ്ടാകുന്ന ആഘാതങ്ങൾ എങ്ങനെയെന്ന് ഇനി വരും ദിവസങ്ങളിലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വ്യക്തമായ പ്രോട്ടോക്കോൾ ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ വ്യക്തമായ വിദഗ്ധരെ ഇവിടെ എത്തിച്ചുകൊണ്ട് ഒരു തുടർ പ്രക്രിയ, എല്ലാ മാസവും ഒരു മെഡിക്കൽ ക്യാമ്പ് തീർച്ചയായും ഇവിടെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഈ മൊബൈൽ ക്ലിനിക്ക് ഇവിടെ എത്തിക്കാനുള്ള സംവിധാനമാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കളക്ടറുടെ അനുമതിയും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഒരു ആഴ്ച കൊണ്ട് തന്നെ അത് ചെയ്യാനുള്ള രീതിയാണ് അവലംബിക്കുന്നത്. ഒരു വർഷം ഞങ്ങൾ തുടർച്ചയായിട്ട് ഇവിടെ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 1 ഇയർ ഉണ്ടാവുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്പോഴത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ സന്നദ്ധരായിട്ടാണ് ഞങ്ങൾ കേരളത്തിലെ മൊത്തം ആയുർവേദ ആശുപത്രികളും വന്നിട്ടുള്ളത്. ഇലാബറേറ്റ് ആയിട്ട് ശരിക്ക് DMOAS-ഉമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 1-2 ക്ലിനിക്കുകൾ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സിലും 2-3 സൈക്കോസോഷ്യൽ ഇമ്പാക്റ്റുള്ള ആ കേസിന് ആ രീതിയിലും ഈ പറഞ്ഞ രീതിയിൽ താഴെ 10-200ഓളം ഹോസ്പിറ്റൽ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ ഇവിടുന്ന് DMOയുടെ നേതൃത്വത്തിൽ റെഡിയാവുന്ന ടീമിനനുസരിച്ച് നമ്മൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സ് റെഡിയാണ്, ബാക്കിയുള്ള സെറ്റപ്പുകളൊക്കെ റെഡിയാണെന്നുള്ളത്. നമ്മളിപ്പോൾ ഓൾറെഡി 30-ാം തീയതി തന്നെ മെയിൻ സെൻ്ററായ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടിയിൽ നമ്മൾ ആയുർവേദ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ എത്തിയിരുന്ന അന്തേവാസികൾക്കും വരുന്ന OPയിലുകാർക്കും എല്ലാം ബാൻഡേജും ഉൾപ്പെടെ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മാനസിക സപ്പോർട്ട് ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ ചെയ്തിരുന്നു. ഇനിയാണ് നമുക്കൊരു സെക്കൻഡറി ആയിട്ട് നമുക്ക് വേണ്ട ഒരു സൈക്കോളജിക്കൽ എയ്ഡ് പോലെ സെക്കൻഡറി ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനും തയ്യാറാണ്. അതിന് വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബഹുമാനപ്പെട്ട ഡയറക്ടറൊക്കെ നമുക്ക് കേരളത്തിലെ ഏക മെൻ്റൽ ഹോസ്പിറ്റൽ മാനസിക ആശുപത്രി കോട്ടക്കലാണ്. അവിടെ നിന്നുള്ള വിദഗ്ധരായ ഡോക്ടേഴ്സിനെ നമുക്ക് ഡെപ്യൂട്ട് ചെയ്തിട്ട് ഓരോ ആഴ്ചയും ഒരു വിങ്ങുമായിട്ട് വന്നിട്ട് അങ്ങനെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ മാൻ പവർ നമുക്ക് കുറവാണ് ISM ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഈ AHA ആയിട്ട് സഹകരിച്ചാൽ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആലോചിച്ച് തീരുമാനിക്കാം.